ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റിയ ഒരു കറിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നല്ല കറിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിലെ ഉള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തു കേട്ടോ. സാധാരണ പരിപ്പുണ്ടല്ലോ, നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പ്, തോരപ്പരിപ്പ്. ആ തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു പകുതി തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചു. മൺചട്ടി ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തു. ജീരകം നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 5-6 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായി. ആ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെളുത്തുള്ളി ഒരുവിധം നല്ലപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോളയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. സവോള പതുക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിട്ടോ. 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചു കേട്ടോ. അതിലേക്ക് കുറച്ച് മുരിങ്ങയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മുരിങ്ങയില നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് പകുതി മുരിങ്ങയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പകുതി മുരിങ്ങയില ചേർത്ത് നല്ലപോലെ ഈ ഉള്ളിയും സബോളയും മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൽ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. നോർത്ത് ഇന്ത്യയിലാണ് ഈ സാധാരണ പാലക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ പാലക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പാലക്കിന് പകരമാണ് ഞാൻ മുരിങ്ങയില ചേർക്കുന്നത്. അവിടെയൊക്കെയാണ് നമുക്ക് പാലക്ക് കിട്ടും. പാലക്ക് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ വേവിച്ച് വെച്ച പരിപ്പിൽ നിന്ന് ഒരു 2-3 കുഴൽ പരിപ്പും കൂടി ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പകുതി പരിപ്പേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഈ പരിപ്പ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് പകുതി ഒഴിച്ചു കൊടുത്തത്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ. മസാലയും തക്കാളിയും സവോളയും പരിപ്പും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ച് വന്നപ്പോൾ അതിലേക്ക് ബാക്കി പരിപ്പുണ്ടായിരുന്നല്ലോ, ബാക്കി വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുത്തു. വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അതിനുശേഷം പകുതി മുരിങ്ങയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതി മുരിങ്ങയില ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു.
ആ പകുതി മുരിങ്ങയിലയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുത്തു. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതാ എല്ലാം നല്ലപോലെ വെന്ത് വന്നു കേട്ടോ. നല്ലപോലെ വെന്ത് വന്നു. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യൊന്ന് ഉരുകി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തു കേട്ടോ. ആ ജീരകം ഒന്ന് പൊട്ടി ജീരകം ചൂടാറി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഈ കറിയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കേട്ടോ. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം നല്ല ഈ കറി ആയിട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.